മേലൂരിൽ ഇന്നലെയുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. കല്ലുകുത്തി, പന്തൽപ്പാടം, മുള്ളൻപാറ, പിണ്ടാണി, പാലപ്പിള്ളി ഭാഗങ്ങളിലാണ് കനത്ത നാശം. 5 മിനിറ്റ് നേരം വീശിയടിച്ച കാറ്റിൽ ഏക്കർ കണക്കിന് കാർഷിക വിളകൾ നശിച്ചു. വർഷങ്ങളായി പല കുടുംബങ്ങളുടെയും ജീവിതോപാധിയായിരുന്ന ജാതി കൃഷിക്കാണ് കൂടുതൽ നാശം നേരിട്ടത്. 10ഓളം വീടുകൾക്കും കേടുപാടുകളുണ്ടായി. പിണ്ടാണിയിൽ പയ്യപ്പള്ളി വർഗീസിന്റെ ഷെഡിന്റെ മേൽക്കൂര പറന്ന് താഴെ വീണു. പറമ്പിലെ ജാതി, തേക്ക് എന്നിവ കടപുഴകി വീണു. ചാതയിലി ബാബു, പോളി എന്നിവരുടെ 50ഓളം പാകമാവാറായ ഏത്തവാഴ ഒടിഞ്ഞു വീണു. പദപ്പള്ളി രാജന്റെ തൊഴുത്തിൽ മേൽക്കൂരയായി കെട്ടിയിരുന്ന ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. മാനാടൻ ബിജുവിന്റെ വീടിന് മുകളിൽ പ്ലാവ് ഒടിഞ്ഞു വീണു. പാലപ്പിള്ളിയിൽ മേച്ചേരി മാർട്ടിന്റെ വീട്ടിലെ 15 ജാതിമരം കടപുഴകി വീണു. തൊട്ടടുത്ത കൊരട്ടിക്കാരൻ ജോബിയുടെ പറമ്പിലെ 6 ജാതിമരവും നിലം പതിച്ചു. ആളുകളെല്ലാം വീടിനകത്തായിരുന്നതിനാൽ അത്യാഹിതങ്ങൾ ഒഴിവായി. പന്തൽപ്പാടത്ത് കിഴക്കിനിയേട്ടൻ പൈലന്റെ വീട്ടുപറമ്പിൽ ഉണ്ടായിരുന്ന 55-ൽ 52 ജാതിമരങ്ങളും കൂട്ടത്തോടെ നിലം പരിശായി. എൻ്റെ ആകെ ജീവിച്ചു അതുകൊണ്ട് അതൊക്കെ പോയി. ജാതി ഇനി 50 ജാതി 55 ജാതിയുണ്ട്, ഇനി 3 ജാതിയുണ്ട്, ബാക്കിയൊക്കെ പോയി. കരിഞ്ഞാമ്പള്ളി, പിണ്ടാണി പ്രദേശം മുഴുവൻ, മുള്ളംപാറ, എൻ്റെ വാർഡിൻ്റെ മുഴുവൻ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമാണ് ചുഴലിക്കാറ്റെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ്. ചെന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. മുഴുവൻ പോസ്റ്റുകൾ, എല്ലാ റോഡുകളും ബ്ലോക്കായിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി.